ഇന്ത്യ ആദ്യമായി ഒരു വിദേശ ശക്തികളുടെയും സഹായമില്ലാതെ ഒരു ടാർബോ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നു. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ? പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഈ കുതിപ്പുകൾ കാണുമ്പോൾ ഏതൊരു ഭാരതീയനും അഭിമാനം തോന്നിപ്പോകും. കാരണം കഴിഞ്ഞ 12 വർഷം കൊണ്ട് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നമ്മുടെ പ്രതിരോധ മേഖലയെ അടിമുടി മാറ്റി ഇരിക്കുകയാണ്. ഇതിനെ അഭിനന്ദിച്ചേ മതിയാകും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, വെറും ഒരു ചെറിയ ഇറക്കുമതിക്കായി പോലും വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സ്വന്തമായി മിസൈൽ എഞ്ചിനുകൾ വരെ നിർമ്മിക്കുന്ന മഹാശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു. ഈ മാറ്റം അനിവാര്യം തന്നെയായിരുന്നു. കാരണം എക്കാലവും വിദേശ ശക്തികളെ മാത്രം ആശ്രയിച്ചു നിന്നാൽ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്ക് എന്ത് വിലയാണ് ഉണ്ടാകുക? സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിൽ നമ്മുടെ രാജ്യത്തെ മാറ്റിയ കരുത്തുറ്റ നീക്കം എന്താണ് ഈ പുതിയ എഞ്ചിന്റെ സവിശേഷതകൾ? എന്തുകൊണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഇതായി മാറി? നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മിസൈലുകളും ഡ്രോണുകളും അതിവേഗം കുതിച്ചുയരാൻ സഹായിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ ടാർബോ ജെറ്റ് എഞ്ചിൻ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും നമ്മുടെ സ്വന്തം രാജ്യത്താണ് നടന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ ഒരു സഹായവും ഇതിനായി തേടിയിട്ടില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ശക്തമായ പിന്തുണയോടെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഈ അത്ഭുതം സാധ്യമാക്കിയത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയ്ക്ക് കീഴിലുള്ള GTRE ആണ് ഈ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത്. ഹൈദരാബാദിലെ ആസാദ് എഞ്ചിനീയറിംഗ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. 350 കിലോഗ്രാം കുതിപ്പ് ശേഷിയുള്ള എഞ്ചിനാണിത്. അതായത് 350 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് അതിവേഗം മുന്നോട്ട് കുതിപ്പിക്കാൻ ഈ എഞ്ചിന് സാധിക്കും. ഈ എഞ്ചിൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ക്രൂയിസ് മിസൈലുകളിലും ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷൻ ഡ്രോണുകളിലും കപ്പൽ വേദ മിസൈലുകളിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കരയാക്രമണങ്ങൾക്കായി ഇന്ത്യ ഉപയോഗിക്കുന്ന നിർഭയ് പോലുള്ള ക്രൂയിസ് മിസൈലുകളിൽ ഇത് വലിയ കരുത്ത് പകരും. കരയിൽ നിന്നും 1000 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ നിർഭയ് മിസൈലിന് സാധിക്കുന്നത് ഈ എഞ്ചിന്റെ കൂടി സഹായത്തോടെയാണ്. അതേസമയം ബ്രഹ്മോസ് പോലുള്ള സൂപ്പർസോണിക് മിസൈലുകൾ പ്രവർത്തിക്കുന്നത് റാംജെറ്റ് എഞ്ചിനിലാണ് എന്നതും ഓർക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഇതൊരു ഒറ്റ ദൗത്യ എഞ്ചിനാണ്. അതായത് മിസൈലുകളിലോ ഡ്രോണുകളിലോ ഘടിപ്പിച്ച് വിക്ഷേപിക്കുന്ന ഈ എഞ്ചിൻ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് സ്ഫോടനം നടത്തുന്നതോടെ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇത് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. യുദ്ധവിമാനങ്ങൾക്ക് എപ്പോഴും എടുത്തു പറയാവുന്നത്ര ഇന്ധനക്ഷമതയും പലതവണ ഉപയോഗിക്കാൻ കഴിയുന്നതുമായ വലിയ എഞ്ചിനുകളാണ് വേണ്ടത്. എങ്കിലും മിസൈലുകൾക്കായി സ്വന്തമായി ഇത്തരം എഞ്ചിനുകൾ നിർമ്മിക്കാൻ സാധിച്ചു എന്നത് നമ്മുടെ ഈ ഒരു പ്രതിരോധ രംഗത്തെ വലിയൊരു മുന്നേറ്റമാണ്. ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ടാർബോ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനുള്ള കഴിവുള്ളത്. കാരണം ഇതിന് അതീവ സൂക്ഷ്മമായ എഞ്ചിനീയറിംഗും അത്യാധുനിക മെറ്റലർജിയും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഉൽപാദന നിലവാരവും ആവശ്യമാണ്. ആ വെല്ലുവിളികളെല്ലാം മറികടന്നാണ് ഇന്ത്യ ഇപ്പോൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്തായാലും റഷ്യ ആയാലും ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും അമേരിക്ക ആയാലും ഇന്ത്യ ഈ ഒരു എഞ്ചിൻ നിർമ്മിച്ചത് കേട്ടപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ആലോചിക്കണം, പ്രതിരോധ രംഗത്ത് എങ്ങനെ തകിടം മറിഞ്ഞൊരു ഇന്ത്യയാണ് മോദി സർക്കാർ കെട്ടിപ്പടുത്തുയർത്തിയത് എന്ന്. അത് സമാനതകളില്ലാത്തതാണ്. കാരണം റഷ്യ, ഇസ്രായേൽ, അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ വൻകിട ശക്തികളിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും വാങ്ങിയിരുന്നത്. എന്നാൽ അവിടങ്ങളിൽ നിന്നെല്ലാം ആയുധങ്ങൾ വാങ്ങിയിരുന്ന ഒരു രാജ്യം ഇന്ന് സ്വന്തമായി ടാർബോ ജെറ്റ് എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നത് ആഗോളതലത്തിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. അത്രയും കരുത്തുറ്റൊരു നേതൃത്വമായതോടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയെ ലോകം മുഴുവൻ ഇപ്പോൾ അത്ഭുതത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇനി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെയും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യങ്ങളെയും ഒരു കാലത്ത് പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്തവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് ഇന്ന് ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന ഈ ചരിത്ര നേട്ടം. ചെവി തുറന്നു കേട്ടോളൂ, വെറുമൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യ ഇന്ന് നിർമ്മിച്ചിരിക്കുന്നത് ലോകം നെട്ടിയ ആധുനിക എഞ്ചിനാണ്. പതിറ്റാണ്ടുകളായി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചേർന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്.
വിദേശ ശക്തികളുടെ ഒരു സഹായവുമില്ലാതെ സ്വന്തം മണ്ണിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ എഞ്ചിൻ നിർമ്മിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഈ ചരിത്രം നേട്ടത്തിന്റെ ഭാഗമായി ആസാദ് എഞ്ചിനീയറിംഗിന്റെ സിഇഒ രാകേഷ് ചോപ്ദാർ ഈ ടർബോജെറ്റ് എഞ്ചിൻ ഔദ്യോഗികമായി DRDOയ്ക്ക് കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ദീർഘവീക്ഷണമുള്ള ഭരണത്തിലൂടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇതാ ലോകത്തിന്റെ നെറുകയിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. വരും കാലങ്ങളിൽ ഇതിലും വലിയ എഞ്ചിനുകൾ സ്വന്തമായി നിർമ്മിച്ച് ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ കൈവരിച്ച അസാധ്യമായ എഞ്ചിനീയറിംഗ് സൂക്ഷ്മത, അത്യാധുനികമായ മെറ്റലർജി, വിട്ടുവീഴ്ചയില്ലാത്ത ഉൽപാദന നിലവാരം, എങ്കിൽ പോലും സ്വന്തമായി മിസൈലുകളെയും ഡ്രോണുകളെയും കുതിപ്പിക്കാൻ ശേഷിയുള്ള ടർബോജെറ്റുകൾ സ്വന്തമായി നിർമ്മിക്കുക എന്നതിനർത്ഥം ഇന്ത്യയുടെ പ്രതിരോധ എയർസോസ്പേസ് കഴിവുകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. വൈകാതെ ഇന്ത്യക്ക് കൂടുതൽ സങ്കീർണമായ ടർബോജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ സാധിക്കും. ലോകത്തിലെ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരം എഞ്ചിൻ സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷിയുള്ളൂ. കാരണം ഇതിന് അസാധ്യമായ എഞ്ചിനീയറിംഗ് സൂക്ഷ്മത, അത്യാധുനികമായ മറ്റു കാര്യങ്ങളെല്ലാം വേണം. എന്നാലും പോലും നമ്മുടെ ഇന്ത്യ അത് സാധിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് DRDO ടർബോജെറ്റ് എഞ്ചിൻ സ്വന്തമായി നിർമ്മിച്ചതിലൂടെ പ്രകടമാക്കിയത്. ഇന്ത്യയുടെ ക്രൂസ് മിസൈൽ, ഡ്രോണുകൾ, കപ്പൽ വേധ മിസൈൽ എന്നിവയെ കുതിപ്പിക്കാൻ കഴിയുന്ന എഞ്ചിൻ ആദ്യപടിയായി നിർമ്മിച്ച 350 കിലോഗ്രാം കുതിപ്പ് ശേഷിയുള്ള ഈ ടർബോജെറ്റ് എഞ്ചിന്റെ ഒരൊറ്റ ദൗത്യം മാത്രം നിർവഹിക്കാൻ ശേഷിയേ ഇവയ്ക്കുള്ളൂ. അതായത് ഇന്ത്യയുടെ ക്രൂസ് മിസൈലുകൾ, ലോയിറ്ററിംഗ് എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണുകൾ, മറ്റു മിസൈലുകൾ എന്നിവയിൽ ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ വികസിപ്പിച്ച 350 കിലോഗ്രാം കുതിപ്പ് ശേഷിയുള്ള എഞ്ചിൻ ഉപയോഗിച്ച് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയുള്ള ക്രൂയിസ് മിസൈലുകളെ മാത്രമേ കുതിപ്പിക്കാൻ കഴിയൂ. ഇന്ത്യ കരയാക്രമണത്തിന് ഉപയോഗിക്കുന്ന റേഞ്ച് കുറഞ്ഞ നിർഭയ് പോലുള്ള മിസൈലുകളിൽ ഇതിൽ ഉപയോഗിക്കാനാകും. കരയിൽ 1000 കിലോമീറ്റർ വരെ ദൂരശേഷിയുള്ള ലക്ഷ്യമേ ഇതിന് തകർക്കാനാവുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ ബ്രഹ്മോസ് പോലുള്ള ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ കുതിക്കുന്ന മിസൈൽ പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ റാംജെറ്റാണ്. അതിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ പ്രതിരോധ എയർസോസ്പേസ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു വലിയ നാഴികക്കല്ലാണ് ഈ ഒരു എഞ്ചിൻ നിർമ്മാണം. വിദേശ രാജ്യങ്ങളുടെ ഒരു ഇത്തിരി സഹായം പോലും തേടാതെ സ്വന്തം മണ്ണിൽ നമ്മുടെ സ്വന്തം ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചേർന്നെടുത്ത ഈ ചരിത്ര നേട്ടം ലോകരാജ്യങ്ങളെ പോലും ഒരുപോലെ ഇന്ന് വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും കരുത്തുറ്റ നേതൃത്വത്തിനും ദീർഘവീക്ഷണത്തിനുമുള്ള ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണിത്. DRDOയ്ക്ക് കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ GTRE ആണ് ഈ അത്യാധുനിക ഇത് രൂപകൽപ്പന ചെയ്തത്. എന്തു തന്നെയായാലും 350 കിലോഗ്രാം കുതിപ്പ് ശേഷിയുള്ള, അതായത് ഏകദേശം 3.4 കിലോ ന്യൂട്ടൺ കരുത്തുള്ള എഞ്ചിനാണിത്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾ, വിഭാഗത്തിൽപ്പെടുന്ന കപ്പൽ വേധ മിസൈലുകൾ എന്നിവയെല്ലാം ഈ എഞ്ചിൻ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്തായാലും ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഒരു ചരിത്ര നേട്ടം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ ആലോചിക്കണം, 2014 മുമ്പുള്ള ഇന്ത്യ പലപ്പോഴും നമ്മൾ ആയുധങ്ങൾക്കായിട്ട് പല വിദേശ രാജ്യങ്ങളുടെയും മുന്നിൽ നിന്ന് കൈനീട്ടിയിരുന്നു. നമുക്ക് സമയത്തിന് ആയുധങ്ങൾ ലഭിക്കാതെ വന്ന ഒരു വർഷങ്ങളായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് 2014 മുതൽ കാര്യങ്ങൾ അടിമുടി മാറി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രതിരോധ മേഖലയിലാണ്. കാരണം ഇക്കാലയളവിലൊക്കെ യുദ്ധം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചുകൂടാ എന്ന് പ്രധാനമന്ത്രി ചിന്തിച്ചു തുടങ്ങി. ആ ഒരു ചിന്തയിലൂടെയും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിലൂടെയുമാണ് ഇന്ന് ഇന്ത്യ ഇത്രയും വലിയൊരു പ്രതിരോധ മേഖലയിൽ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മേഖലയോർത്ത് നമുക്ക് അഭിമാനിക്കാം. കാരണം അത്തരത്തിൽ അത്യാധുനിക ആയുധങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അധികം രാജ്യങ്ങൾ നിർമ്മിക്കാത്ത അല്ലെങ്കിൽ ആ പട്ടികയിലേക്കും ഇപ്പോൾ ഇന്ത്യ കടന്നിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പ്രതിരോധ മേഖല ഇന്ന് അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിസൈലുകളായാലും ആയുധങ്ങളായാലും അത് വാങ്ങാൻ ഇന്ന് മറ്റു രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.